ചാരിറ്റബിൾ ട്രസ്റ്റ് ഇഞ്ചോടിഞ്ചിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ ചോദ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നു. അതിന് ചിലപ്പോഴെങ്കിലും നമ്മുടെ എപ്പിസോഡ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഇൻബോക്സിൽ ഒരുപാട് പേര് മെസ്സേജുകൾ അയക്കാറുണ്ട്, ഉത്തരങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അയക്കാറുണ്ട്. ഒരുപാട് സന്തോഷം. ഈ ഒരു കൊച്ചു പ്രോഗ്രാം കാണുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ഭാഗ്യമാണ്. കാരണം നമുക്കറിയാം ഈ ഓൺലൈൻ്റെ അതുപോലെ തന്നെ ചാനലുകളൊക്കെ വലിയൊരു കുത്തൊഴുക്കാണ് ഇപ്പോൾ. അതിൽ ഇതിൽ ഈ ചെറിയൊരു 15 മിനിറ്റ് നിൽക്കുന്ന ഒരു പ്രോഗ്രാം കണ്ടതിൽ ഒരുപാട് സന്തോഷം, കാണുന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് VMTV ചാനൽ സംയുക്തമായിട്ട് ആശ്രയ സമ്മാന പെരുമഴ എന്ന് പറയുന്ന ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, പാവപ്പെട്ടവരെ സഹായിക്കുക, നിർദ്ധരായ രോഗികളെ സഹായിക്കുക, വീടില്ലാത്ത 100ഓളം വ്യക്തികൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ യാത്ര എന്ന് പറയുന്നത്. എൻ്റർടൈൻമെൻറ്റ് ആഘോഷമല്ല, ഇങ്ങനെയുള്ള ഒരു സ്നേഹ സംഗമം നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഇതിൻ്റെ ഒരു ഭാഗമാകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കഴിയുന്ന ഒരു സ്നേഹം ഞങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഈ ഒരു ഉദ്യമത്തിൽ തീർച്ചയായിട്ടും എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ദയവ് ചെയ്തൊന്ന് പങ്കാളികളാകണം. കാരണം 100 കിട്ടുമ്പോൾ 100 ഇല്ലാത്തവർക്ക് ഒരു 50 കൊടുത്ത് സഹായിക്കുക എന്ന് പറഞ്ഞാൽ ദൈവതുല്യമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ ഒന്ന് സഹായിക്കുക. ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴയിൽ എല്ലാവരും പങ്കാളികളാകുക. അപ്പോൾ തുടങ്ങാണ് ഇഞ്ചോടിഞ്ചിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. காதலன் நான் எழுதும் கடிதமே பொன்மணி உன் வீட்டில் சൗഖ്യമാ நான் இங்கு സൗഖ്യമേ. 10 ഫണ്ണി ചോദ്യങ്ങൾ ഇഞ്ചോടിഞ്ചിന്റെ ഇന്നത്തെ എപ്പിസോഡ്. ഒരു വലിയ ടീമാണ്. ഇവർ എനിക്ക് തോന്നുന്നു മുന്നേ പഠിച്ചവരാണോ അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട് വന്നവരാണോ എന്നറിയില്ല. ഇവരോട് തന്നെ ചോദിക്കാം, വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം. പേര് പറ. ഫെമിന. ഭക്ഷണം കഴിച്ചോ? എന്താണ് സ്പെഷ്യൽ? എന്തായിരുന്നു? ബിരിയാണി. ചിക്കൻ ബിരിയാണി ആയിരുന്നു. എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു? 13 പേര്. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഒത്തുകൂടാൻ ആഗ്രഹിച്ചവർ അല്ലേ? എത്ര മണിക്ക് വന്നു ഇവിടെ? 11 മണി. ഏതാ കാലഘട്ടം? പഠന കാലഘട്ടം? അങ്ങോട്ടേക്കാണല്ലേ? അല്ല, ഏത് കാലഘട്ടമായിരുന്നു? ആ കാലഘട്ടമായിരുന്നു. 2005 കാലഘട്ടം. ഓക്കെ, പേര് പറ. അനു. എവിടെ സ്ഥലം? എവിടെയാണ്? ബാലരാമപുരത്താണ്. കുട്ടികളുടെ സ്ഥലം എവിടെ? കാരയ്ക്കാമണ്ഡപത്താണ്. ഓക്കെ, പേര് പറ. രേഷ്മ. സ്ഥലം? ബാലരാമപുരത്താണ്. നെല്ലിമൂടാണ്. ശരി. എല്ലാരും ബിരിയാണിയാണോ കഴിച്ചത്? വെജിറ്റേറിയൻ ആരും ഇല്ലേ? എല്ലാരും നോൺ വെജ്? എല്ലാരും നോൺ വെജ് ആണ്. പറ, എന്തൊക്കെയാ വിശേഷങ്ങൾ? കണ്ണൊക്കെ എഴുതിയിട്ട് നല്ല സുന്ദരമായിട്ടുണ്ടല്ലോ. പേരെന്താണ്? ആർച്ച. എത്രയിൽ പഠിക്കുന്നു ആർച്ച? 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഏത് സ്കൂളാണ് പഠിക്കുന്നത്? പഠിക്കാനൊക്കെ മിടിക്കുകയാണോ? ഈ കഴിഞ്ഞ ദിവസം ഒരു എക്സാം പേപ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. എന്തൊരു പേപ്പർ കിട്ടിയില്ലേ? പരീക്ഷ പേപ്പർ കിട്ടിയില്ലേ? ഏത് പേപ്പർ കിട്ടിയത്? രാവിലെ അമ്പലത്തിലൊക്കെ പോയോ രാജി? ഏത് അമ്പലത്തിൽ പോയി? ഞങ്ങളുടെ അടുത്തുള്ള. ഏത് ക്ഷേത്രമാണ്? ശിവക്ഷേത്രം. എല്ലാ ദിവസവും ആ ക്ഷേത്രത്തിൽ പോകുന്നതാണോ? എല്ലാ ദിവസവും. വല്ലപ്പോഴൊക്കെ. ഓക്കെ, പേര് പറ. പേടിക്കണ്ട കേട്ടോ. ആയുഷിന് കൂട്ടുകാരൊക്കെ എന്ത് വിളിക്കും? ആയുഷ് തന്നെയാണ് വിളിക്കാൻ? വേറെ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ആയുഷ് തന്നെ വിളിക്കും. എത്രയാണ് പഠിക്കുന്നത് ആയുഷ്? 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഏത് സ്കൂളിലാണ്? വിവേകാനന്ദയിൽ പഠിക്കുന്നു. ശരി, പേര് പറ. അതുല്യ. എവിടെയാണ് സ്ഥലം? നെടുമങ്ങാടാണ്. ശരി. എവിടെയാണ് സ്ഥലം? ബാലരാമപുരം. 2005 കാലഘട്ടത്തിലെ പ്രിയപ്പെട്ട കൂട്ടുകാരികൾ അല്ലെ? അന്നും നിങ്ങൾ ഈ ഒരു ടീം തന്നെയായിരുന്നു ഉണ്ടായത്? അല്ലെങ്കിൽ മീൻസ് അന്ന് നമ്മളോട് വിട്ടുപോയവർ ഒരുപാട് പേരില്ലേ? ഒരുപാട് പേര്. 40 പിള്ളേരുടെയും നമ്പർ തപ്പി പിടിക്കാൻ ഞങ്ങൾ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. കിട്ടുന്നില്ല. അപ്പോൾ ചിലപ്പോഴെങ്കിൽ ഈ ഒരു പ്രോഗ്രാം കാണുന്നതിലൂടെ അവര് അപ്പം പ്രിയപ്പെട്ടവരെ, അത് ഏത് സ്കൂളായിരുന്നു? നെല്ലിമൂട് അല്ലേ? നെല്ലിമൂട് കോൺവെന്റ് അല്ലേ? ഓക്കെ, അവിടെ പഠിച്ച ഒത്തുകൂടാണ് ഇന്ന് വന്നിരിക്കുന്ന. എത്ര പേരാണ്? 15 പേരാ. 13 പേര് വന്നു. അതിൽ കൂടുതൽ ആൾക്കാരുണ്ട്. പക്ഷേ ഇവര് ട്രൈ ചെയ്തു നിങ്ങളുടെ നമ്പർ കിട്ടാൻ വേണ്ടി. നമ്പർ കിട്ടിയിട്ടില്ല. ആർക്കെങ്കിലും എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കോൺടാക്ട് ചെയ്യാം. ശരി, പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ? പഠിക്കുന്ന സമയത്തും ബിന്ദു നന്നായിട്ട് പാട്ട് പാടും. ഏത് പാട്ടാ കൂടുതൽ പാടിത്തരാറ്? അതൊന്നുമില്ല, ബിന്ദു ശ്വാസം കൊണ്ട് വെറുതെ ചെയ്യേണ്ട ഒരു ഐഡിയ കിട്ടില്ല. പാടിക്കും, ഇഷ്ടമുള്ളൊരു പാട്ട് പഠിക്കും. പേടിക്കണ്ട, കൂളായിട്ട് പഠിക്കും. ഇഷ്ടമുള്ളൊരു പാട്ട് പഠിക്കും. ഏത് പാട്ടാ പാടിത്തരാറ് കൂടുതൽ? മോൾക്ക് കേൾക്കാൻ ആഗ്രഹമുള്ള പാട്ട് ഏതാ? കൺമണി അൻപോട്. ട്രെൻഡ്. ഓക്കെ, പഠിക്കും. കൺമണി അൻപോട കാതലൻ ഞാൻ എഴുതും കടിതമേ പൊന്മണി ഉൻ വീട്ടിൽ സൗഖ്യമാ ഞാൻ ഇങ്ങ് സൗഖ്യമേ.
അടിപൊളി, ഒന്ന് കൈ അടിക്കും. ശരി ശരി, ഓക്കെ. അതങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എല്ലാവരും ഉഷാറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വന്ന കാര്യം പറയും. നിങ്ങൾ വന്നിരിക്കുന്ന ഒരു 10 ഫണ്ണി ക്വസ്റ്റ്യൻസ് ആണ്. GK അല്ല, ഫണ്ണിയാണ്. കൂടുതൽ ആരാണോ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആരാണോ കൂടുതൽ ഉത്തരം പറയുന്നത് അവർക്ക് ഞാൻ സമ്മാനം തരാം. ഓക്കെ. നിങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിന്റെ പേരെന്തായിരുന്നു? കോൺവെന്റ് ജംഗ്ഷനോ? ചങ്സ്. ഓക്കെ. കോൺവെന്റ് ചങ്സിലെ ടീമാണ് മത്സരിക്കുന്നത്. ഓക്കെ, അപ്പോൾ തുടങ്ങാം. 10 ഫണ്ണി ചോദ്യങ്ങളാണ്. ആ രീതിയിലെ ഉത്തരങ്ങൾ വേണം. കുറച്ച് ലോ ലെവലിൽ ചിന്തിച്ചാൽ മതി, ഹൈ ലെവലിലേക്കൊന്നും പോകണ്ട. കേട്ടില്ല, എല്ലാം ലോ ലെവലിലാണെന്ന്. ശരി, ചോദിക്കാതെ 10 ചോദ്യത്തിലെ ആദ്യ ചോദ്യം. എല്ലാവരും കൊണ്ടു നടക്കുന്ന ഒരു പുരുഷന്റെ പേര്. എല്ലാവരും കൊണ്ടു നടക്കുന്ന ഒരു പുരുഷന്റെ പേര്. കുസൃതിയാണ്, ആ രീതിയിൽ എടുത്താൽ മതി. എല്ലാവരും കൊണ്ടു നടക്കുന്ന ഒരു പുരുഷന്റെ പേര്. എല്ലാവരും കൊണ്ടു നടക്കുന്ന ഒരു പുരുഷന്റെ പേര്. എല്ലാവരും കൊണ്ട് നടക്കുന്നു. പക്ഷെ ഈ കാലഘട്ടത്തിൽ കൂടുതലായിട്ട് കൊണ്ട് നടക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല. ന്യൂജൻ കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു സാങ്കേതികമായിട്ട് ഒരുപാട് യന്ത്രങ്ങളൊക്കെ വന്നതിന് ശേഷം ഈ സാധനം കൂടുതലായിട്ട് കൊണ്ട് നടക്കുന്നുണ്ടെന്നും പറയാൻ പറ്റില്ല. ഈ പേരനെ ഒരു ആരാധനാലയവുമായി ബന്ധപ്പെട്ടും നമുക്ക് കാണാം. ഈ സംഭവത്തിൽ ഈ പുരുഷന്റെ പേരെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ പേരെന്നെ ചില ആരാധനാലയങ്ങളിലും കാണാം. ചിലതല്ല, മിക്കവാറും എല്ലാ ആരാധനാലയത്തിലും ഉണ്ടാവും. ഒരു ക്ലൂ വേണോ? മണി. റൈറ്റ് ആൻസർ. മണിയാണ് കേട്ടോ, മണി. ഓക്കെ. എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ജോലി ഏതാണ്? എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ജോലി അല്ല, കുസൃതിയാണ്. വാച്ച്മാൻ. റൈറ്റ് ആൻസർ. വാച്ച്മാൻ. ഓക്കെ. മൂന്നാമത്തെ ചോദ്യം. എന്നെ പല മോഡലിലും കാണാം, പല നിറത്തിലും എന്നെ കാണാം. 2 അതിൽ കൂടുതൽ ദ്വാരം ചിലപ്പോൾ എന്നിൽ കാണാം. സമൂഹത്തിൽ മാന്യമായി നടക്കാൻ ആഗ്രഹിക്കുന്നവർ എന്നെ തൊട്ട് പുറത്തിറങ്ങാറുള്ളൂ. എന്നെ പല മോഡലിൽ കാണാം, പല നിറങ്ങളിൽ കാണാം. ഓക്കെ. ചിലപ്പോൾ 2 അതിൽ കൂടുതൽ ദ്വാരങ്ങളും എന്നിൽ കാണാം. സമൂഹത്തിൽ മാന്യമായി നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്നെ തൊട്ടേ ചിലപ്പോഴെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറുള്ളൂ. ഒരു കൂടെ തരാം. പേരിൽ ടണ്ണുണ്ടെങ്കിലും തീരെ ഭാരമില്ലാത്തതാണിത്. പേരിൽ ടണ്ണുണ്ടെങ്കിലും വാതിലല്ല, കുസൃതിയാണ്. അതായത് പല മോഡലിലും ചിലപ്പോൾ ഇതിനെ കാണാം, എന്താ പറയാ, പല നിറത്തിലും എന്നെ കാണാം. 2 അതിൽ കൂടുതൽ ദ്വാരം. ബട്ടൺ. റൈറ്റ് ആൻസർ. ബട്ടൺ പല മോഡലിൽ കാണാറുണ്ട് അല്ലേ, പല നിറത്തിൽ കാണാറുണ്ട്. ബട്ടണിന് 2 അതിൽ കൂടുതൽ ദ്വാരം ഉണ്ടാവും. ചിലപ്പോൾ 4 ഉണ്ടാവും, 5 ഉണ്ടാവും, 2 ഉണ്ടാവും മിനിമം. ഈ സമൂഹത്തിൽ മാന്യമായിട്ട് നടക്കുന്നത് ഇതിനെ തൊടാതെ ചിലപ്പോഴെങ്കിലും പുറത്തിറങ്ങാറില്ല. ഓക്കെ, അടുത്ത ചോദ്യം. വെരി ഓക്കെ. അടുത്ത ചോദ്യം കേട്ടോ, 4ാമത്തെ ചോദ്യം. ആവശ്യത്തിന് വളച്ചു കെട്ടുകയും ആവശ്യം കഴിഞ്ഞാൽ നിവർത്തിയിടുകയും ചെയ്യുന്ന എന്താണ്? ആവശ്യത്തിന് ഞാൻ പറയുന്നത്, ഈ ചോദിക്കുന്ന ചോദ്യത്തിന് എന്റെ കയ്യിലുള്ള ഉത്തരം തന്നെ വേണമെന്നില്ല. ഏതാണ്ട് അത് സാമ്യമുള്ള ഉത്തരം പറഞ്ഞാൽ ഞാൻ സമ്മാനം തരാം. ബെൽറ്റ്. റൈറ്റ് ആൻസർ. അല്ലെങ്കിൽ വാച്ച് എന്നും പറയാം. ഓക്കെ. 5ാമത്തെ ചോദ്യം. ഒരു വസ്ത്രത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ശരീരഭാഗം. ഇതിന്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊന്നും ഗൂഗിളിൽ പോലും ഇല്ല. അതാണ് ഒരു വസ്ത്രത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ശരീരഭാഗം. ഒരു വസ്ത്രത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു ശരീരഭാഗം. അത്രേ എനിക്ക് പറയാൻ പറ്റും. ഒരു വസ്ത്രത്തിന്റെ പേരിൽ തുടങ്ങുന്ന മനുഷ്യന്റെ ശരീരഭാഗം. ഒരു മനുഷ്യന്റെ ശരീരഭാഗം വരുന്നുണ്ട്, ഒരു വസ്ത്രത്തിന്റെ പേരും വരുന്നുണ്ട്. പക്ഷെ ഇതിന് ജീവനില്ല കേട്ടോ. ചില ആൾക്കാർ ഒരു ക്ലൂ തരാം. ചില ആൾക്കാർ ക്ഷീണമുള്ള, വളരെ ക്ഷീണിതമായിട്ടുള്ളൊരു സമയത്ത് ചെയ്യുന്നതും, പിന്നെ അതുപോലെ തന്നെ ഒരു ഈവനിങ് ടൈം ഉറങ്ങാൻ നേരത്ത്, അങ്ങനെയൊക്കെ എനിക്ക് പറയാം. കോട്ടുവായ. റൈറ്റ് ആൻസർ. കോട്ട് വായ ക്ഷീണം ഒക്കെ വരുന്ന സമയത്ത്. ഓക്കെ, അടുത്ത ചോദ്യം. ഞാൻ കാണുമ്പോൾ 1-ാം സ്ഥാനത്താണെങ്കിലും 2-ാമൻ തൊട്ടാണ് വിലയുള്ളത്. എന്താണ്? എന്റെ സ്ഥാനം 1-ആണ്, പക്ഷേ 2-ാം സ്ഥാനം തൊട്ടാണ് നിങ്ങൾക്ക് എന്നെ വില. ഇത് കഴിക്കാൻ പറ്റുന്നൊരു സാധനമാണ്. അല്ല. മീൻസ് ഇത് കഴിക്കാൻ പറ്റും. ഇതെല്ലാവരും കഴിക്കുന്നതാണ്.
പക്ഷെ ഇതിന്റെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആളെ നമ്മൾ കൂടുതൽ മൈൻഡ് ചെയ്യാറില്ല. ബ്രെഡ്, റൈറ്റ് ആൻസർ. ബ്രെഡ് നമ്മൾ തുറക്കുന്ന സമയത്ത് മുകൾ ഭാഗം നമ്മൾ പൊതുവെ കഴിക്കാറില്ല. അതുപോലെ തന്നെയാണ് ബാക്ക് സൈഡിലും താഴെയുള്ളതിനും നടുക്കുള്ളതിനാണ് കൂടുതൽ വില എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. കടലിൽ കാണുന്നതിൽ അവസാനിക്കുന്ന മൃഗം. കടലിൽ കാണുന്നതിൽ അവസാനിക്കുന്ന മൃഗം. കുതിരയാണോ? കടൽ കുതിരയാണോ? കുതിര. റൈറ്റ് ആൻസർ. കുതിര. ഓക്കെ, അടുത്ത ചോദ്യം. 1 മുതൽ 0 വരെ കാണുന്നത് എവിടെയാണ്? കുസൃതിയായിട്ട് എടുത്താണ്. ഫോൺ നമ്പർ. റൈറ്റ് ആൻസർ. ഫോൺ നമ്പർ. ഓക്കെ, 9ാമത്തെ ചോദ്യം. 3 രാ ചേർന്നാൽ എന്ത് കിട്ടും? രാ ചേർന്നാൽ എന്ത് കിട്ടും? അല്ലാത്ത 3 രാ ചേർന്നാൽ എന്ത് കിട്ടും? രാരീരമല്ല. 3 രാ ചേർന്നാൽ എന്ത് കിട്ടും? കുസൃതിയാണ്. രാജാവല്ല. ക്ലൂവൊക്കെ ചോദിക്കാൻ എന്താ? ഒരു ദിവസത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വരുന്നൊരു സംഭവം. ഒരു ദിവസത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഉള്ള ഒരു സംഭവം. 3 രാ ചേർന്നാൽ എന്ത് കിട്ടും? 3:30 അല്ല. 3 രാ ചേർന്നാൽ എന്ത് കിട്ടും? 4:30, 5:30, 6:30, 7:30, 8:30. 3 രാ ചേർന്ന് ഒരു ദിവസം തുടങ്ങി അവസാനിക്കുന്ന ആ ഒരു സമയത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നില്ലേ, ആ ഒരു ദിവസം വരുന്നൊരു സംഭവമാണിത്. 3 രാ രാത്രി. റൈറ്റ് ആൻസർ. ഓക്കെ, നമ്മൾ ഈ എന്ത് ഫലങ്ങളാണെങ്കിലും ചിലപ്പോഴെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഫലങ്ങളുണ്ടാവും, ഇഷ്ടമല്ലാത്ത ഫലങ്ങളുണ്ടാവും. നമ്മൾ ഈ ഫലങ്ങളാണെങ്കിലും സാധാരണ നാടൻ ഭാഷ പറയുകയാണെങ്കിൽ ഒരു കൊക്കയ്ക്ക്, നമ്മൾ കണ്ണൂര് ഭാഷയിലൊക്കെ പറയും, കൊക്കയ്ക്ക് ചെറിയൊരു കുളത്ത് കിട്ടും, പരിക്കും. അതിനുശേഷം മുറിച്ചിട്ട് ഉപ്പിലോ മുളകിലോ ഒക്കെ മുക്കി കഴിക്കും. അതാണ് സ്റ്റൈൽ. അതൊരു സ്റ്റൈലുണ്ട്, പരിക്കുന്നൊക്കെ സ്റ്റൈൽ. ആദ്യം പരിക്കുകയും പിന്നെ വലിക്കുകയും പിന്നെ മുറിക്കുകയും ചെയ്യുന്ന എന്താണ്? ആദ്യം പരിക്കുകയും പിന്നെ വലിക്കുകയും പിന്നെ മുറിക്കുകയും കുസൃതിയാണ്. ഇതിന് ജീവനില്ല, കഴിക്കാൻ പറ്റില്ല. വല്ലാത്ത ചോദ്യം ഇപ്പോൾ അല്ലേ? ഓ, ആദ്യം പരിക്കുകയും പിന്നെ വലിക്കുകയും പിന്നെ മുറിക്കുകയും ചെയ്യും. ആരാ കൂടുതലായിട്ട് ഇപ്പോൾ ഉത്തരം പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, ആളുടെ മനസ്സ് കാണണം കേട്ടോ. കൂടുതൽ ഉത്തരം പറഞ്ഞിട്ട് നിങ്ങളാ പറഞ്ഞിരിക്കുന്നത് പറയാനുള്ള ഒരു മനസ്സ്. കുഴപ്പമില്ല. ആദ്യം പരിക്കുകയും പിന്നെ വലിക്കുകയും പിന്നെ മുറിക്കുകയും ചെയ്യുന്ന ഇത് കഴിക്കാൻ പറ്റില്ല, ഇതിന് ജീവനില്ല. പറഞ്ഞുകൊണ്ടിരിക്കാൻ എന്നെ പറയല്ലേ, കഴിക്കാൻ പറ്റില്ല, ഇതിന് ജീവനില്ല, ഇതിനെ വളരെ ചെറിയ മോഡലിൽ കാണാം, ഇത്തിരി വലിയ മോഡലിൽ കാണാം, ഓഫീസുകളിൽ കാണാം, സ്കൂളുകളിൽ കാണാം. നമ്മൾ ഉപയോഗിക്കും. ഫ്രൂട്ടല്ല, അല്ല, ഇതൊന്നുമല്ല. പല നിറങ്ങളിൽ കാണാമെങ്കിലും കൂടുതലായിട്ടും ഒരു നിറത്തിലൊക്കെ ഇതിനെ കാണാറുണ്ട്. അല്ല, ഭയങ്കരമായിട്ട് ആലോചിച്ചതല്ലേ. പക്ഷെ ഈ ആലോചിക്കുമ്പോ പുള്ളിക്കാരി കയ്യൊക്കെ ഓടിച്ചിട്ട് കഴിക്കാം. ആദ്യം പരിക്കുകയും പിന്നെ വലിക്കുകയും പിന്നെ സ്കൂളുകളിൽ കാണാറുണ്ട്, ഓഫീസുകളിൽ കാണാറുണ്ട്, വീട്ടിൽ കാണാറുണ്ട്. മിക്കവാറും എല്ലാ ഓഫീസുകളിൽ നിർബന്ധമാണ്. ഇത് കുട്ടികൾ ഉപയോഗിക്കാറുണ്ട്, മുതിർന്നവർ ഉപയോഗിക്കാറുണ്ട്, ജോലിയുടെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലല്ല, ഒന്ന് ഒരു ക്ലൂ ശ്രദ്ധിച്ചേട്ടെ. ആദ്യം പരിക്കുകയും പിന്നെ വലിക്കുകയും പിന്നെ മുറിക്കുകയും ചെയ്യുന്ന എന്താണ്? വലിക്കുന്ന സാധനമാണെന്ന് മനസ്സിലായി. അല്ല, ആണെങ്കിൽ ഉറക്കെ പറയണേ. അല്ല, ഒന്നുകൂടി കൂടി പറയാം, ഒന്ന് ശ്രദ്ധിച്ചോ. ആദ്യം പറിക്കുകയും പിന്നെ വലിക്കുകയും പിന്നെ മുറിക്കുകയും ചെയ്യുന്ന എന്താണ്? ഏതാണ്ട് കരുത്തെത്തി. അമ്പും പിന്നും അല്ല, അമ്പും പിന്നും ഏതാണ്ട് കരുത്തെത്തി. സെലോടേപ്പ്. റൈറ്റ് ആൻസർ. സെലോടേപ്പ്. ആദ്യം പറിക്കും പിന്നെ വലിക്കും, എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് മുറിക്കും. മാമ്പഴല്ല കേട്ടോ. ശരി, ഒന്നുകൂടി പേര് പറഞ്ഞ കൂട്ടുകാരി. ഫെമിന. അപ്പോൾ ഫെമിനയാണ് കൂടുതൽ ഉത്തരം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫെമിനയ്ക്ക് ഞങ്ങളുടെ ഇഞ്ചോടിഞ്ച് എന്ന് പറയുന്ന പ്രോഗ്രാമിലെ സ്നേഹ സമ്മാനം. നന്നായിട്ടൊന്ന് കൈ കൊടുത്ത് ഉഷാറായിട്ട്. അടിപൊളി. ഇതിന് വേണ്ടിയിട്ട് വോഡാഫോൺ കോമഡി സ്റ്റാർ എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ചിരിക്കുറുക്ക എന്ന് പറയുന്ന ടീമിലൂടെയും ടീം 4 സ്റ്റാർ എന്ന് പറയുന്ന ടീമിലൂടെയൊക്കെ ഏറ്റവും എടുത്തു പറയുന്നത് ഒരു കട്ടപ്പ എന്ന് പറയുന്ന കഥാപാത്രം മലയാളികൾക്ക് സമ്മാനിച്ച എന്താ പറയുക ഒരു വലിയ അതുല്യ കലാകാരനാണ് ശ്യാം മാങ്ങാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മാനം നല്ലൊരു കൈ കൊടുക്കാം ഉഷാറായിട്ട് കേട്ടോ. കട്ടപ്പ. അപ്പോൾ VMTV ന്യൂസ് ചാനൽ നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം ഇനി ആഘോഷിക്കും കേട്ടോ. അടിപൊളി. ഹാപ്പിയാണല്ലോ. അപ്പോൾ പ്രോഗ്രാം എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലോ. ഈ 10 ചോദ്യം ശരി. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ ചോദ്യമായിട്ട് നമുക്ക് വീണ്ടും കാണാം, പുതിയ മുഖങ്ങളുമായിട്ട്. ബൈ ഫ്രം സുമിത് രാഘവ്. ടേക്ക് കെയർ. ഒരു ടാറ്റ പറഞ്ഞേക്കുന്നു. ബൈ.